വയനാട് ദുരന്തം ഒരു ദേശീയ മഹാദുരന്തമായി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കണം. കാരണം കേരള ഗവൺമെന്റ് കണക്കനുസരിച്ച് ഏകദേശം 350ഓളം പേർ മരിക്കുകയും 26 പേരെ ഇനിയും കാണാൻ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ വയനാട് ഉൾപ്പെട്ട മുണ്ടക്കൈ, ചൂരൽമല ഈ പ്രദേശങ്ങൾ കംപ്ലീറ്റ് ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി. അവിടുത്തെ ജനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് ഉറ്റവരെയും ഉടയവരെയും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ട് അവർ വളരെ ആശങ്കയിലാണ്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ ഈ പ്രദേശങ്ങൾ ഇപ്പോഴും പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ട് നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലും, അതുപോലെ കുന്നുകളും നീർച്ചാലുകളും നീർത്തോടുകളും എല്ലാം ഉള്ള ഈ പരിസ്ഥിതി ലോല പ്രദേശം ഇനിയും ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഒരു മഹാദുരന്തമായി പ്രഖ്യാപിക്കണം. ആദ്യത്തെ പ്രാവശ്യം ഉരുൾപൊട്ടൽ ഉണ്ടായി. അതിനുശേഷം 4 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായി. ഈ സാഹചര്യത്തിൽ ഇനിയും അവിടെ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഈ വയനാടിനെ മഹാദുരന്തമായി, ദേശീയ മഹാദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് നിങ്ങളുടെ സ്വന്തം ബ്രഹ്മയുഗം മാത്യൂസ്